ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ബീഫ് പെരട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് 2 ഫിഷിലേക്ക് വെപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഞെവടിയെടുക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഇത് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിക്കാം. ബീഫൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ശകലം കറിവേപ്പില. ഇത് ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്നും ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എടുത്താൽ മതി. ബീഫിന് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുറി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് നല്ലപോലെ അങ്ങ് മൂത്ത് പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഇടാഞ്ഞത്. അപ്പോഴതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചെറിയ ഉള്ളി, പകുതി ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോഴിത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ടാൽ പെട്ടെന്ന് ഇതങ്ങ് വാടിക്കോളും. തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഉള്ളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാവിടെ ചതച്ച് വെച്ചിട്ടില്ലേ, കറിവേപ്പിലയും പച്ചമുളകും എല്ലാവിടെ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോഴതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി നമ്മൾ കുക്കറിൽ ഇട്ടല്ലേ വേവിച്ചത്, അപ്പോൾ അതിൻ്റെ എരിവ് കാണും. അതുപോലെ ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇത് പെരുംജീരകം മാത്രം പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് പുരട്ടാനുള്ള ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് ഒരു 3-4 കഷ്ണം ചെറിയ പട്ടയും ഒരു 3 ഗ്രാമ്പും ഒരു ഏലക്ക പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫും അരപ്പും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും ബീഫും എല്ലാം കൂടെ അതിനകത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഇളക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാനൊരു ശകലം ഉപ്പ് കൂടെ ഒഴിച്ചു കൊടുത്താണ് ഇളക്കി വെച്ചേക്കുന്നത്. അപ്പോഴടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി വേവട്ടെ. ബീഫ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴും നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴും നമ്മുടെ ബീഫ് വരട്ടിയതൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്.
കപ്പ വേവിച്ചതും കൂട്ടി കഴിച്ചാലോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.